അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മീനാശയാശേഷാൻ ആശുതന്വന്തരീഹരി. ലളിതോപാഖ്യാനം എന്ന പുരാണ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം എഴുതുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. അതിൽ ദേവി ഭണ്ഡാസുരനെ കൊന്നു കഴിഞ്ഞ് ഘോഷയാത്രയായിട്ട് എല്ലാ രഥങ്ങളും ഒന്നിനു പിറക്കെ ഒന്നായിട്ട് ഇങ്ങനെ പോകുമ്പോൾ സൈന്യം പിറകെ വരികയാണ്. നോക്കിയപ്പോൾ സൈന്യം കൂടെ എത്തുന്നില്ല. കാരണം കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് തല പൊട്ടി നെഞ്ച് തകർന്നൊക്കെയാണ് വരേണ്ടത്. അപ്പോൾ ദേവിക്ക് സങ്കടം തോന്നി തിരിഞ്ഞ് എന്നിട്ട് നാമഹൃദയ മഹാമന്ത്രം ജപിച്ചു എല്ലാവരുടെ സൂക്കേട് മാറി എന്നതിൽ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വ്യാഖ്യാനിക്കുമ്പോൾ എൻ്റെ മുമ്പ് ഈ പ്രശ്നം വന്നു. അങ്ങനെയാണെങ്കിൽ ആ മന്ത്രം നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? ഇതിപ്പോൾ എന്തിന് വ്യാഖ്യാനം എഴുതിയിട്ട് എന്ത് കാര്യം? അപ്പോൾ പലരുടെ ജാക്ക് പറഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ എഴുതുന്നില്ലെന്ന് ഞാനും വെച്ചു. അങ്ങനത്തെ വ്യാഖ്യാനം വേണ്ട എന്ന് വെച്ച് അങ്ങനെ എഴുതുന്ന ദിവസം കഴിച്ചപ്പോൾ മണക്കാട്ടൊരു മുക്കോലക്കൽ ക്ഷേത്രമുണ്ട്, ഭഗവതി ക്ഷേത്രം. അവിടെ ഒരു കോടിയർച്ചനയുടെ ഉദ്ഘാടനം മാർത്താണ്ഡോർമ്മയാണ്. അതിൽ മീറ്റിംഗ് ഉള്ളതിൻ്റെ അധ്യക്ഷൻ ഞാനാണ്. ഞങ്ങളുടെ കൂടെ ഒന്നിച്ച ക്ഷേത്രത്തിന് മുമ്പ് ഇറങ്ങി ഇങ്ങനെ വളം വെച്ച് വന്നപ്പോൾ ഞാൻ തമ്പുരാനോട് ചോദിച്ചു, നാമത്തിലെ മഹാമന്ത്രം അറിയാമോ? എനിക്ക് മന്ത്രം ഒന്നും അറിഞ്ഞൂടെ ബാലകൃഷ്ണൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എൻ്റെ മുതുകിലാരോ ഇങ്ങനെ ചൊറി ചെയ്യുന്നു. നോക്കിയപ്പോൾ ഒരു ബ്രാഹ്മണനാണ്. മഹാരാജാൻ മുമ്പോടെ പഠിച്ചിങ്ങനെ വായൊക്കെ പൊത്തി നിന്നിട്ട് ഒരു പുസ്തകം ഇതിലുണ്ടെന്ന് പറഞ്ഞ് എടുത്തു തന്നു. അതിൽ ഈ മന്ത്രമുണ്ട്. ആ മന്ത്രം ഇതാണ്: അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേനാശയാശേഷാൻ ആശുധന്വന്തരേ ഹരി. ഇത്രയേ ഉള്ളൂ മന്ത്രം. മറ്റൊരാൾക്ക് വേണ്ടി ചൊല്ലുമ്പോൾ 2 പാഠങ്ങളാണ് ഉള്ളത്. ഒന്ന് പുരുഷനാണ്, അല്ലെങ്കിൽ മറ്റേ സ്ത്രീയാണ്. പുരുഷനാണെങ്കിൽ സ്തോത്രം ഇതാണ്: അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു ധന്വന്തരേ ഹരി വാസുദേവാഖിലാനസ്യ രോഗാൻ നാശയ. സ്ത്രീയാണെങ്കിൽ വീണ്ടും അതിൻ്റെ 2ാമത്തെ വരി മാത്രമേ ഉള്ളൂ, അസ്യ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. എങ്കിലും പറയാം: അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു ധന്വന്തരേ ഹരി വാസുദേവാഖിലാനസ്യ രോഗാൻ നാശയ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അസ്യ എന്ന സ്ത്രീ, അസ്യ എന്നാണെങ്കിൽ പുരുഷൻ. ഇത്രയേ ഉള്ളൂ. കെമിസ്ട്രി പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഇപ്പോൾ റിട്ടയർഡോട് കഴിയാണ്. ഒരു മകൻ മാത്രമേ ഉള്ളൂ. ആ മകൻ ഒരു ബിസിനസ് എക്സിക്യൂട്ടീവാണ്. അപ്പോൾ അവർക്ക് ഒരാഗ്രഹം, മകൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് മരിക്കണം. അതിനിടയ്ക്ക് അവർക്ക് ക്യാൻസറായി. ടെർമിനൽ ക്യാൻസർ എന്ന് ഒരു ഡോക്ടർമാർ വിധിച്ചു. അപ്പോൾ അവർക്ക് വിഷമമായി. പെട്ടെന്ന് മരിച്ചു പോയാൽ കല്യാണമൊക്കെ നീ കാണാൻ ഒക്കൂലല്ലോ എന്നൊരു ദുഃഖം. അർത്ഥമില്ലാത്ത ദുഃഖമാണെങ്കിലും ദുഃഖമാണല്ലോ. അപ്പോൾ അവരുടെ മോൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പുസ്തകം അവർ വായിച്ചു, സാറിനെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് അമ്മയെ വിഷമിപ്പിക്കാതെ സാറെങ്ങനെയെങ്കിലും ശരിപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഞാൻ വെച്ചിങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യാൻ. അവിടെ കണ്ട് ഹോമിയോ ഡോക്ടറുടെ പടപട വിളിച്ചിട്ടില്ലേ, അങ്ങേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഐസക് എന്ന് പറഞ്ഞു. അയാൾ വളരെ ഇൻഡിവിജ്വലിന് വലിയ താല്പര്യമുള്ള ആളാണ്. അയാൾ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യണം, സാറിന് ഈ സൂക്കേടാണെന്ന് പറയണം, ഈ മന്ത്രം ജപിക്കുകയാണ് അത് മരുന്നെന്ന് പറയണം. അപ്പോൾ ഞാൻ അതുപോലെ വിളിച്ച് സാർ എങ്ങനെയുണ്ട് ആരോഗ്യസ്ഥിതിയൊക്കെ? ഞാൻ പറഞ്ഞ ആരോഗ്യസ്ഥിതി പറഞ്ഞാൽ ശകലം കുഴപ്പമുണ്ട്. നമ്മുടെ അലോപ്പതി ഡോക്ടർമാരാണല്ലോ അവർ പറയണത് ടെർമിനൽ ക്യാൻസർ എന്നാണ്. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ, ഞാൻ ഇനി വളരെ കാലം ജീവിച്ചിരിക്കും. അതെങ്ങനെ? അപ്പം എനിക്കൊരു മന്ത്രം അറിയാം. അതെന്താ മന്ത്രം? നമ്മൾ എന്താ ഇപ്പോൾ ഇത്തിരി താല്പര്യം ചോദിച്ചു. എനിക്കത് ടെർമിനൽ ക്യാൻസറാണ്, എനിക്കിങ്ങനെ മോൻ്റെ കാര്യമെന്ന് വെച്ച് വിഷമമാണ്. നമ്മൾ എന്നെ എഴുതിയെടുത്തോളൂ പറഞ്ഞു. എഴുതിയെടുത്തു. ഒരു 6 മാസത്തിൽ പിന്നെ ഒന്നും കേട്ടില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു, അമ്മയ്ക്കിപ്പോൾ ഒരു സൂക്കേടുമില്ല, എൻ്റെ കല്യാണം തീരുമാനിച്ചിരിക്കുകയാണ്, സാർ ചെന്നൈയിൽ വരണം, സാറിൻ്റെ മുമ്പ് വെച്ച് വേണം വിവാഹം കഴിക്കാൻ. അപ്പോൾ ചെന്നവരെ യാത്ര ചെയ്യാൻ മംഗളമായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കാണുന്നവർക്കെല്ലാം ഞാൻ ഇത് പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും സൂക്കേട് പറഞ്ഞവർക്കെല്ലാം ഇത് പറഞ്ഞു കൊടുക്കും. ഇതിൽ ഏറ്റവും ഒടുവിൽ നെയ്യാറ്റിക്കര ക്ലാസ് എടുത്തുകൊണ്ടിരുന്നല്ലോ, അവിടെ വരുന്നത് നല്ല കുട്ടിയാണ്, കാരണം നല്ല സൗന്ദര്യമുള്ള മുഖമാണ്. പക്ഷെ മുഴുവൻ പുറ്റി പിടിച്ച പോലെ മുഖപ്പൊരു പോലെ ഇങ്ങനെ വെച്ചിട്ട് കേട്ടിട്ട് വെറുപ്പ് തോന്നും. അവിടെ ഓരോ മഞ്ഞ നിറത്തിലുള്ള ഓരോ മുട്ടയും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇത് പറഞ്ഞു, സാർ എൻ്റെ മുഖം, ഞാൻ പറഞ്ഞു നിൻ്റെ മുഖമൊക്കെ നിസ്സാരമായിട്ട് മാറും, അത് ചെയ്ത് നോക്ക്. മാറുമില്ല, ഞാൻ ഒരുപാട് ചികിത്സിച്ചു സാറെന്ന് പറഞ്ഞു. ഞാൻ സാരമില്ല, ഒന്നോട് ചെയ്ത് നോക്ക്. പക്ഷേ മാറുമെന്ന് മാത്രമല്ല, ഇവിടെ വെച്ച് ഇവിടെ പറയണം. ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് മാറി, നല്ല സുന്ദര മുഖമായി. അവളിപ്പോൾ ഇവിടെ വാട്ടർ ജോലിയുണ്ട്, ഇവിടെ ജോലിയായി. എന്തോ ഒരു പാത്രത്തിൽ കുറേ പാൽപ്പായസം വെച്ച ഒരു ദിവസം പാത്രം ഇവിടെ വച്ചിട്ട് പോയി. ഞാൻ പറയാം ഒക്കെയുള്ള പാത്രം എടുത്തോണ്ട് അവർ തിരിച്ചെടുത്ത് പോയി. അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര മന്ത്രം: അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേനാശയാശേഷാൻ ആശുധന്വന്തരേ ഹരി. നമുക്ക് ചെയ്യാമത്, ആർക്കൊണ്ടെങ്കിലും ചെയ്യാം.